ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ്, അതായത് ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. ബാങ്ക്, SSC, റെയിൽവേസ്, കേരള PSC എല്ലാ എക്സാംസിനും കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് റെഗുലറായിട്ട് ഒരു പഠിത്തം നിങ്ങൾ അത് തീർച്ചയായിട്ടും ചെയ്യണം. സോ ഞാൻ എൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഞാൻ പിന്നെ രണ്ട് ഭാഷയിൽ, അതായത് ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട്സ് തരുന്നുണ്ട്. അപ്പോൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ, മലയാളത്തിൽ വേണ്ടവർക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തൊക്കെയാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതായത് ഒരു പേജ് ന്യൂസ് ഇംഗ്ലീഷിലുണ്ടാവും, സെയിം ന്യൂസ് നെക്സ്റ്റ് പേജിൽ മലയാളത്തിലായിരിക്കും, എന്നിട്ടാണ് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മലയാളത്തിലും കൂടി ന്യൂസ് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്: Rajnath Singh interacts with the Commonwealth Games 2022 participants from 3 armed forces. അപ്പോൾ രാജ്നാഥ് സിംഗ് ഡിഫൻസ് മിനിസ്റ്ററാണ്. ഡിഫൻസ് മിനിസ്റ്റർ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ പാർട്ടിസിപ്പൻസ്, ആംഡ് ഫോഴ്സസിലത്തെ കോമൺവെൽത്ത് ഗെയിം പാർട്ടിസിപ്പൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. യൂണിയൻ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഓൺ August 12th interacted with sports persons from 3 armed forces who participated in recently concluded Commonwealth Games 2022 in Birmingham. അപ്പോൾ ബ്രിമിംഗമിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 3 ആംഡ് ഫോഴ്സസിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്ത കളിക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യ ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ടോട്ടൽ 22 ഗോൾഡും 16 സിൽവറും 23 ബ്രോൺസ് മെഡലുമാണ് നേടിയിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 61 മെഡലാണ് ഈ ഒരു കോമ്പറ്റീഷനിൽ നേടിയെടുത്തത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഉസ്ബെക്കിസ്ഥാൻ വിൽ ഹോസ്റ്റ് ദ ചെസ് ഒളിമ്പിയാഡ് 2026. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ചെസ് ഒളിമ്പിയാഡ് 2026 ഹോസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. ഉസ്ബെക്കിസ്ഥാൻ വിൽ ഹോസ്റ്റ് ദ ചെസ് ഒളിമ്പിയാഡ് 2026, ദ ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ അനൗൺസ്ഡ് ഇൻ എ ട്വീറ്റ്. അപ്പോൾ ട്വീറ്റിൽ അനൗൺസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ ദ ഇൻസ്പെക്ഷൻ വിസിറ്റ്, ദ ഇൻ്റർനാഷണൽ ചെസ് ഫെഡറേഷൻ വിൽ ചൂസ് ദ വെന്യൂ ഓഫ് ദ 2026 വേൾഡ് ചെസ് ഒളിമ്പിയാഡ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ ഫ്രം 2 പ്രപ്പോസൽസ്, താഷ്കെൻറ്റ് ഓർ സമർക്കണ്ട്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ചെസ് ഒളിമ്പിയാഡ് 2026 ഹോസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് വുമൺസ് ടൂർണമെൻറ്റ് ഇൻ 4th എഡിഷൻ. അപ്പോൾ വുമൺസ് ടൂർണമെൻറ്റ്, ചെസ്സിൻ്റെ വുമൺസ് ടൂർണമെൻറ്റ്, ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് വുമൺസ് ടൂർണമെൻറ്റ് ഈ 4th എഡിഷനിൽ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. ദ 4th എഡിഷൻ ഓഫ് ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ വാസ് അനൗൺസ്ഡ് വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് എ വുമൺസ് എഡിഷൻ ഓഫ് ദ ടൂർണമെൻറ്റ്. ദ ഓപ്പൺ ടൂർണമെൻറ്റ് ഹാസ് ബീൻ ഓൺ ഫോർ 3 എഡിഷൻസ് നൗ ആൻഡ് ഇറ്റ്സ് ദ 4th എഡിഷൻ. TSCI will have a women's tournament with the same format, rapid and blitz. അപ്പോൾ ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ് വുമൺസ് ടൂർണമെൻറ്റ്. 4th എഡിഷനിലാണ് വരാൻ പോകുന്നത്. ദ ടൂർണമെൻറ്റ് വിൽ ടേക്ക് പ്ലേസ് ഫ്രം November 29 to December 4, 2022 ഇൻ കൊൽക്കത്ത. അപ്പോൾ സ്ഥലവും അത് നടക്കാൻ പോകുന്ന സ്ഥലവും തീയതിയും കൊടുത്തിട്ടുണ്ട്. November 29 to December 4 വരെ ആയിരിക്കും ഈ ടൂർണമെൻറ്റ് നടക്കുക. വിശ്വനാഥൻ ആനന്ദ് ആയിരിക്കും അതിൻ്റെ അംബാസിഡർ. ഈ ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യയുടെ അംബാസിഡർ വിശ്വനാഥൻ ആനന്ദ് ആയിരിക്കും. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇനോഗ്രൽ എഡിഷൻ ഓഫ് വുമൺസ് IPL ടു ബി ഹെൽഡ് ഇൻ March 2023. അപ്പോൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല വുമൺസ് എഡിഷൻ ഓഫ് IPL വുമൺസിൻ്റെ IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2023 മുതൽ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് വായിക്കാം. The much awaited women's IPL will be starting from March 2023 to be held in a 1-month window and in all likelihood with 5 teams. 5 ടീമായിരിക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. A March window has been found for the tournament after the Women's T20 Cup in South Africa. സോ
സോ ഇനോഗ്രൽ എഡിഷൻ ഓഫ് വുമൻസ് IPL 2023 നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെബി റെജിക്സ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട്. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഒരു ന്യൂസാണ്, നമുക്കൊന്ന് വായിച്ച് നോക്കാം. ക്യാപിറ്റൽ മാർക്കറ്റ്സ് റെഗുലേറ്റർ സെബി ഹാസ് റീസ്ട്രക്ചേർഡ് ഇറ്റ്സ് അഡ്വൈസറി കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട്. അപ്പോൾ റീസ്ട്രക്ചർ ചെയ്തു അഡ്വൈസറി കമ്മിറ്റി ഓൺ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട് റീസ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. ദ പാനൽ ഈസ് മാൻഡേറ്റഡ് ടു റെക്കമെൻഡ് investor education and protection activities that may be undertaken directly by the markets regulator or through any other agency for utilization of the SEBI investor protection and education fund. The 8-member committee will now be chaired by Monica Halan. ഇപ്പോൾ 8-member കമ്മിറ്റി ചെയർ ചെയ്യാൻ പോകുന്നത് മോണിക്ക ഹലാനാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ICICI Direct acquires investor community based networking platform Multiply. അപ്പോൾ ICICI Direct ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ബേസ്ഡ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായ മൾട്ടിപ്പൈയെ അക്വയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. ICICI Direct, one of India's leading equity houses, has acquired a web and app based networking platform for the investor community, Multiply. The platform enables investors to discuss, exchange ideas and share views on stocks and other investment assets. So ICICI Direct Multiply എന്ന് പറയുന്ന ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി ബേസ്ഡ് നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമിനെ അക്വയർ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, അപ്പോൾ നിങ്ങൾക്കത് വായിച്ച് നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. TCS ഗെറ്റ്സ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് എ 5-star bank ടു ഓഫർ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ്. അപ്പോൾ TCS പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിരിക്കുകയാണ് 5-star ബാങ്കായിട്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ പേഴ്സണലൈസ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാർട്ട്ണർഷിപ്പ് നടത്തിയിരിക്കുന്നത്. TCS ആണ് പാർട്ട്ണർഷിപ്പ് നടത്തിയിരിക്കുന്നത് 5-star ബാങ്കായിട്ട്. സോ നമുക്കൊന്ന് വായിക്കാം. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ലിമിറ്റഡ് ഹാസ് പാർട്ട്നർഡ് വിത്ത് 5-star ബാങ്ക്, എ സബ്സിഡറി ഓഫ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് NC, ടു എയ്ഡ് ഇൻ determining lending risks and delivering hyper personalized customer experiences. അപ്പോൾ TCS പാർട്ട്ണർഷിപ്പിൽ ഇൻഡൾജ് ചെയ്തിരിക്കുകയാണ് 5-star ബാങ്കായിട്ട്. അത് ഹൈപ്പർ പേഴ്സണലൈസ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് ലോഞ്ചസ് ഇറ്റ്സ് മൊബൈൽ ആപ്പ്. അപ്പോൾ കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ നമുക്കൊന്ന് വായിക്കാം. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ലോഞ്ച് ഫോർ കസ്റ്റമർ മൊബൈൽ ആപ്പ് കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് ആപ്ലിക്കേഷൻ അവൈലബിൾ ഓൺ ആൻഡ്രോയിഡ്, iOS ഡിവൈസസ് ആൻഡ് എ വെബ് പോർട്ടൽ ഓൺ ദ 75th ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യ. അപ്പോൾ 75th ഇൻഡിപെൻഡൻസ് ഡേ ഓഫ് ഇന്ത്യയിലാണ് ആൻഡ്രോയിഡ് iOS ഡിവൈസസ് വെബ് പോർട്ടൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്, മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് അതിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. So the newly launched digital solution will help customers to carry out transactions and access their policy and other important details from the safety and comfort of their homes. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് അവരുടെ ഡിജിറ്റൽ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യും. അതായത് അവർക്ക് ട്രാൻസാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ സാധിക്കും, അതേപോലെ പോളിസി ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ വീട്ടിലിരുന്നുകൊണ്ട് സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ കാരണം കൊണ്ട്. സോ അനുജ് മാത്തൂറാണ് MD and CEO ഓഫ് കാനറ HSBC ലൈഫ് ഇൻഷുറൻസ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ലിസ്റ്റഡ് SMEs ഹാവ് എ ബെറ്റർ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ഹയർ റിട്ടേൺ ഓൺ അസറ്റ്സ് ബട്ട് ലോവർ ലിക്വിഡിറ്റി, RBI പേപ്പർ. അപ്പോൾ നമുക്കൊന്ന് വായിച്ച് നോക്കാം. Even as a small and medium enterprises listed on 2 SME exchanges, BSE and SME and NSE emerge, have a better profitability ratios, higher return on asset and asset utilization ratios, and also debt equity ratio in comparison to the smallest 25% of the firms listed. They have a lower liquidity as reflected in a lower quick ratio, current ratio, and cash to current liabilities.
അപ്പോൾ ലിസ്റ്റഡ് SMEs, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് കൂടുതൽ പ്രോഫിറ്റബിലിറ്റി റേഷ്യോ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹയർ റിട്ടേൺ ഓൺ അസറ്റ്സ്, അതേപോലെ ലോവർ ലിക്വിഡിറ്റി ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. RBI പേപ്പറിൽ RBI ആണത് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ZSI publishes a new book, Field Guide Birds of India, on over 1000 bird species. അപ്പോൾ 1000 ബേർഡ് സ്പീഷീസിന് മുകളിൽ ഉള്ള സ്പീഷീസിൻ്റെ ഒരു ബുക്ക് റിലീസ് ചെയ്തിരിക്കുകയാണ്, പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ZSI സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ പേരാണ് ഫീൽഡ് ഗൈഡ് ബേർഡ്സ് ഓഫ് ഇന്ത്യ. So, Zoological Survey of India has published a field guide dealing with 1331 avian species found in the country. അപ്പോൾ 1331 കൃത്യം സംഖ്യ, സ്പീഷീസിൻ്റെ സംഖ്യ. അപ്പോൾ അത്രയും സ്പീഷീസിൻ്റെ, ഏവിയൻ സ്പീഷീസിൻ്റെ ഒരു അതിനെക്കുറിച്ചിട്ടുള്ളൊരു ബുക്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. അതിൻ്റെ പേരാണ് ഫീൽഡ് ഗൈഡ് ബേർഡ്സ് ഓഫ് ഇന്ത്യ. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ധൃതി ബാനർജിയാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊൽക്കത്തയിലാണ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്തോനേഷ്യ US ട്രൂപ്സ് ഹോൾഡ് ലൈവ് ഫയർ ഡ്രിൽ ആസ് എ ചൈന ടെൻഷൻസ് മൗണ്ട്. അപ്പോൾ ഇന്തോനേഷ്യ US ട്രൂപ്സ് ഹോൾഡ് ലൈവ് ഫയർ ഡ്രില്ല് ആസ് എ ചൈനയുടെ ടെൻഷൻ, അതായത് ചൈനയുടെ പ്രഷർ മൗണ്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇന്തോനേഷ്യ US ട്രൂപ്സ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ലൈവ് ഫയർ ഡ്രില്ല് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Thousands of troops from Indonesia, the United States and allies have held a live fire drill on 12th August as part of Washington's efforts to prevent a regional conflict after China's destabilizing actions around Taiwan. The exercise in Indonesia, known as Super Garuda Shield, came after Beijing staged unprecedented war games around Taiwan. India participated as observer nations. അപ്പോൾ ഈ ഒരു ഡ്രില്ലിൽ ഇന്ത്യ ഒബ്സർവർ നേഷൻസ് ആയിട്ട് എന്ന രീതിയിൽ പാർട്ടിസിപ്പേറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. സോ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റെയർ അഡ്മിറൽ ഗിലർമോ പാബ്ലോ റിയോസ് ഓഫ് അർജൻറ്റീന അപ്പോയിൻറ്റഡ് UNMOGIP ഹെഡ് ഓഫ് മിഷൻ ചീഫ് മിലിറ്ററി ഒബ്സർവർ. അപ്പോൾ റെയർ അഡ്മിറൽ ഗിലർമോ പാബ്ലോ റിയോസ്, അർജൻറ്റീനയുടെ ഗിലർമോ പാബ്ലോ റിയോസ് ഓഫ് അർജൻറ്റീന UNMOGIPയുടെ ഹെഡ് ഓഫ് മിഷന് ചീഫ് മിലിറ്ററി ഒബ്സർവറായിട്ട് സ്ഥാനമേറ്റെടുത്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിച്ച് നോക്കാം. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഹാസ് അപ്പോയിൻറ്റഡ് ആസ് എ വെറ്ററൻ അർജൻറ്റീനിയൻ നേവൽ ഓഫീസർ ആസ് എ ഹെഡ് ഓഫ് മിഷൻ ആൻഡ് ചീഫ് മിലിറ്ററി ഒബ്സർവർ ഫോർ ദ യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ഒബ്സർവർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. Rear Admiral Guillermo Pablo Rios of Argentina succeeds Major General Jose Eladio Alcaine of Uruguay, who will shortly complete his assignment. അപ്പോൾ UNMOGIPയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇസ്ലാമാബാദിലാണുള്ളത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. AIADMK's ഫസ്റ്റ് MP മായ തേവർ പാസ് അവേ അറ്റ് ഏജ് ഓഫ് 87. അപ്പോൾ AIADMK തമിഴ്നാടുവിലത്തെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിൻ്റെ ഫസ്റ്റ് MP ആയിരുന്ന മായ തേവർ അന്തരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസാണ്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. സെയിം ന്യൂസ് മലയാളത്തിലുമുണ്ട്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. BSF സൈൻസ് MOU വിത്ത് IRCTC ടു എൻഷുർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ബുക്കിംഗ് ഡാറ്റ അതർ ഫെസിലിറ്റീസ്. അപ്പോൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് നമുക്കൊന്ന് വായിക്കാം. ദ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സൈൻഡ് എ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് വിത്ത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ടു എൻഷുർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ബുക്കിംഗ് ഡാറ്റ അണ്ടർ ഇറ്റ്സ് എയർ ടിക്കറ്റ് സർവീസ് ഫോർ ദ ട്രൂപ്സ് ഓഫ് ഇന്ത്യാസ് ബോർഡർ ഗാർഡിംഗ് ഫോഴ്സ്. അപ്പോൾ BSF MOU സൈൻ ചെയ്തിരിക്കുകയാണ് IRCTC ആയിട്ട്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ബുക്കിംഗ് ഡാറ്റ ആൻഡ് അതർ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു MOU സൈൻ ചെയ്തിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സെൻറ്റർ അപ്രൂവ്സ് ലിമിറ്റ് ഓഫ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം ടു 5 lakh crore.
അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ യൂണിയൻ ക്യാബിനറ്റ് ചെയർഡ് ബൈ പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഹാസ് അപ്രൂവ്ഡ് ദ എൻഹാൻസ്മെൻറ്റ് ഇൻ ദ ലിമിറ്റ് ഓഫ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം ബൈ rupees 50,000 crore from a 4.5 lakh crore to 5 lakh crore. With the additional amount being earmarked exclusively for enterprises in hospitality and related sectors. അപ്പോൾ സെൻറ്റർ അപ്രൂവ് ചെയ്തിരിക്കുകയാണ് ലിമിറ്റ് ഓഫ് എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം ടു 5 lakh crore rupees ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. 425 ന്യൂ റൂട്ട് സ്റ്റാർട്ടഡ് അണ്ടർ ഉഡാൻ സ്കീം ഗവൺമെൻറ് ഡാറ്റ. അപ്പോൾ 425 ന്യൂ റൂട്ട്സ് ഉഡാൻ സ്കീമിൻ്റെ അണ്ടറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ് ഡാറ്റ പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻസ് ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം റീജിയണൽ കണക്ടിവിറ്റി സ്കീം ഉഡാൻ Uday Desh Ka Aam Nagrik has completed 5 years of success since the launch of its first flight by the Prime Minister on 27th April 2017. The scheme was initiated on 21st October 2016. അപ്പോൾ 425 ന്യൂ റൂട്ട്സ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഉഡാൻ സ്കീമിൻ്റെ അണ്ടറിൽ ഗവൺമെൻറ് ഡാറ്റ പ്രകാരം. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മിനിസ്റ്റർ സർബാനന്ദ് സോനോവാൾ ഡെഡിക്കേറ്റഡ് ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ടു ദ നേഷൻ. അപ്പോൾ സർബാനന്ദ് സോനോവാൾ മിനിസ്റ്റർ ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആയ സർബാനന്ദ് സോനോവാൾ ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ നേഷന്. അപ്പോൾ ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. ക്യാബിനറ്റ് മിനിസ്റ്റർ ഓഫ് പോർട്സ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് സർബാനന്ദ് സോനോവാൾ ഡെഡിക്കേറ്റഡ് ന്യൂ ഷിപ്പ്യാർഡ് ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ദാറ്റ് സ്പെഷ്യലൈസ്ഡ് ഇൻ ഇൻലാൻഡ് വാട്ടർവേസ് വെസൽ ടു ദ നേഷൻ. The facility was developed by Hooghly Cochin Shipyard Limited, a wholly owned subsidiary of a Cochin Shipyard Limited, at 175 crore rupees. അപ്പോൾ 175 കോടി രൂപയ്ക്കാണ് ഈ ഒരു ഹൂഗ്ലി കൊച്ചിൻ ഷിപ്പ്യാർഡ് ഹോളി ഓൺ സബ്സിഡറി ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഖുഷ്വിന്ദർ വോഹ്ര നോമിനേറ്റഡ് ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ വാട്ടർ റിസോഴ്സ് സൊസൈറ്റി. അപ്പോൾ ഖുഷ്വിന്ദർ വോഹ്ര പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ വാട്ടർ റിസോഴ്സസ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് വായിക്കാം. ഖുഷ്വിന്ദർ വോഹ്ര മെമ്പർ ഓഫ് വാട്ടർ പ്ലാനിംഗ് ആൻഡ് പ്രൊജക്ട്സ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആൻഡ് എക്സ് ഒഫീഷ്യോ അഡീഷണൽ സെക്രട്ടറി ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് നോമിനേറ്റഡ് ആസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ വാട്ടർ റിസോഴ്സ് സൊസൈറ്റി ഫോർ എ period of 2023 to 25. സോ 23-25 പീരീഡിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഹോം ടു 18 of 20 cities with the most severe increase in PM 2.5 പൊല്യൂഷൻ അക്കോർഡിംഗ് ടു സ്റ്റഡി. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് ഇന്ത്യയിലത്തെ 20 സിറ്റിയിൽ 18 മോസ്റ്റ് സിവിയർ ഇൻക്രീസ് പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 പൊല്യൂഷൻ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡൽഹിയാണ് ഏറ്റവും കൂടുതൽ. നമുക്ക് വായിക്കാം. ഇൻ 2019 ഡൽഹി റെക്കോർഡ് ആനുവൽ ആവറേജ് PM 2.5 concentration of 110 microgram per cubic meter, the highest among the most populous cities in the world, followed by Kolkata 84 microgram per cubic meter. Said the report. Air quality and health in cities. അപ്പോൾ ഈ റിപ്പോർട്ട്, അതായത് എയർ ക്വാളിറ്റി ആൻഡ് ഹെൽത്ത് ഇൻ സിറ്റീസ് റിപ്പോർട്ട് പ്രകാരം 2019 ഡൽഹിയാണ് റെക്കോർഡ് ആനുവൽ ആവറേജ് 2.5 PM കോൺസെൻട്രേഷൻ 110 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആയിട്ട് ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഡൽഹിയാണ്. അപ്പോൾ ഇത് ഈ റിപ്പോർട്ട് റിലീസ് ചെയ്തത് സ്റ്റേറ്റ് ഗ്ലോബൽ എയർ ഇനീഷ്യേറ്റീവാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ബീജിംഗ് ഇൻ ചൈന ഹാസ് ദ ഹയസ്റ്റ് PM particulate matter 2.5 attributable death rate of 124 in 2019. അപ്പോൾ ചൈനയുടെ ക്യാപിറ്റലായ ബീജിങ്ങിനാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ, അതായത് 2.5 particulate matter attributable ഡെത്ത് റേറ്റ് ഓഫ് 124 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്ററാണ് അവിടുത്തെ പൊല്യൂഷൻ്റെ പറയുന്നത്. 2019 കണക്കിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ 18 സിറ്റീസും ഭയങ്കര പൊല്യൂട്ടഡ് ആണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സൊമാറ്റോ ബാക്ക്ഡ് ഷിപ്പ്
rocket becomes India's 106th unicorn after raising 33.5 million. അപ്പോൾ സൊമാറ്റോ ബാക്ക്ഡ് ഷിപ്പ് റോക്കറ്റ് ഇന്ത്യയുടെ 106ാമത്തെ യൂണിക്കോൺ ആയിരിക്കുകയാണ്. $33.5 million റേസ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു സ്ഥാനം കിട്ടിയിരിക്കുന്നത് 106ാമത്തെ യൂണിക്കോണായിട്ട്. നമുക്കൊന്ന് വായിക്കാം. സൊമാറ്റോ ബാക്ക്ഡ് SAS based logistics startup Shiprocket has become the latest entrant to the country's unicorn club. Shiprocket raised 33.5 million in Series E2 round fresh funding round led by Lightrock India. അപ്പോൾ ഷിപ്രോക്കറ്റ് വാല്യൂഡ് $1.2 billion ആണ് അതിൻ്റെ വാല്യൂഷൻ ഇൻ ദ ലേറ്റസ്റ്റ് ഫണ്ടിങ് റൗണ്ട് ജോയിനിങ് ഡെലിവറി എക്സ്പ്രസ് ബീസ് ആൻഡ് ബ്ലാക്ക് ബക്ക് ഇൻ ദ ലിസ്റ്റ് ഓഫ് സ്റ്റാർട്ടപ്സ് ടു ടേൺ യൂണിക്കോൺ. അപ്പോൾ അടുത്ത സ്റ്റാർട്ടപ്സ് യൂണിക്കോൺ ആവാൻ പോകുന്ന അടുത്ത സ്റ്റാർട്ടപ്സാണ് ഡെലിവറി, എക്സ്പ്രസ് ബീസ്, അതേപോലെ ബ്ലാക്ക് ബക്ക്. അപ്പോൾ സൊമാറ്റോ ബാക്ക് ചെയ്ത ഷിപ്പ് റോക്കറ്റാണ് ഇപ്പോൾ 106ാമത്തെ യൂണിക്കോൺ ആയിരിക്കുന്നത്. $33.5 million റേസ് ചെയ്തതിന് ശേഷമാണ്, ഈ ഫണ്ട് റേസ് ചെയ്തതിന് ശേഷമാണ് യൂണിക്കോൺ ആയത് ഷിപ്പ് റോക്കറ്റ്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. HDFC ബാങ്ക് ബ്രിങ്സ് വിജിൽ ആൻറ്റി ടു എൻകറേജ് സേഫ് ബാങ്കിങ് ഹാബിറ്റ്സ്. അപ്പോൾ സേഫ് ബാങ്കിങ് ഹാബിറ്റ്സ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് HDFC ബാങ്ക് കൊടുന്ന ഒരു പ്രോഗ്രാമാണ് വിജിൽ ആൻറ്റി, ഒരു ക്യാമ്പയിനാണ് വിജിൽ ആൻറ്റി. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. HDFC ബാങ്ക് ഹാസ് അനൗൺസ്ഡ് ദ ലോഞ്ച് ഓഫ് എ ന്യൂ ക്യാമ്പയിൻ ടൈറ്റിൽഡ് വിജിൽ ആൻറ്റി. It aims to encourage people across the country to practice safe banking habits. Anuradha Menon will be the protagonist of this campaign. അപ്പോൾ ഇതിൻ്റെ പ്രോട്ടഗോണിസ്റ്റ് അനുരാധ മേനോൻ ആയിരിക്കും. Through a series of videos, reels and chat shows, Menon as a vigil auntie will be creating awareness on safe banking do's and don'ts. This will complement the bank's Move Band Reko campaign. അപ്പോൾ HDFC ബാങ്കാണ് വിജിൽ ആൻറ്റി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്യുന്നത്. അത് സേഫ് ബാങ്കിങ് ഹാബിറ്റ്സ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ അതായത് കസ്റ്റമേഴ്സിൻ്റെ എല്ലാവരുടെയും ഇടയിൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിജിൽ ആൻറ്റി എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവ്രി വൺ.